പറഞ്ഞു. ഇനി സ്വലാത്ത് എടുത്തൊക്കെ, ആ സ്വലാത്ത് പോലും എന്തിനാ? തൗഹീദാൻ അല്ലേ? നമ്മൾ എന്തിനാ മുത്തനബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുന്നേ? എന്തിനാ? നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അള്ളാന്റെ ഹബീബിന് സ്ഥാനമല്ലേ? അള്ളാഹു എന്നോ വഹി ഇറക്കിയതാൻ റസൂലാണ് സ്വർഗത്തിൽ ആദ്യമായി വന്നിരിക്കണേ. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസില് ഒരു കൊട്ടാരം അള്ളാഹു സ്വർഗത്തിൽ പണിത് കാത്തിരിക്കുന്നു മുത്തനബിയെ. എന്നിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് എന്തിനാണ്? നമുക്ക് ഗുണം കിട്ടാനാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഗുണം അള്ളാഹു നമുക്ക് വേണ്ടി നൽകുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ എതിർത്ത് എന്തിനാണെന്നറിയോ? നമ്മൾ സ്വലാത്ത് ഇല്ലാത്തവരെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പൊ ഞാനിവിടെ ഇത്ര നേരം സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സംസാരത്തിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഈ സദസ്സ് കൺട്രോൾ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെന്ന് കണ്ടാൽ എന്താ ഹബീബിന്റെ പേരിലെ സ്വലാത്ത് ചൊല്ലാത്തത്? ഒന്ന് സ്വലാത്ത് ചൊല്ലേ. ഹബീബായ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് യാ മൻ ലം യംലഇ ബത്ന ബിശ്ശഈർ യാ മുഹമ്മദുർ റസൂലുള്ളാഹ് യാ മൻ ലം യൽബസിൽ ഹരീർ യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഞാനിവിടെ നിന്ന് പറയുമ്പോൾ സദസ്സ് ഇങ്ങനെ ആവശ്യമില്ലേ? നമ്മൾ ആർക്കും ഇതെന്താണ്? ഇത് സ്വലാത്താണ്. സ്വലാത്ത് എന്ന് പറഞ്ഞ ദുആയാണ്. അല്ലാഹുവേ ഞങ്ങളുടെ മുത്തനബിക്ക് ഈ ഗുണവും രക്ഷയും ഏകനെന്നാണ്. ദുആയിൽ അതിര് കടക്കാൻ പാടില്ല. ദുആയിൽ അതിര് കടക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അലറി വിളിച്ചിട്ടില്ല. സ്വലാത്തിന് ആ മനോഭാവത്തിൽ ഇവിടെയും സ്വലാത്ത് ചൊല്ലും. ആ സ്വലാത്ത് കച്ചവടത്തിന് നമ്മൾ നിൽക്കലില്ല. 2, ഈ പ്രസംഗത്തിനിടയിൽ എനിക്കത്തിന് വെള്ളം കുടിക്കണം. ഞാൻ എന്താ പറയുക? ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത് ഒരു 10 സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കേ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാനത് ഓണാക്കിയിട്ടിട്ട് ഞാൻ പോയി വെള്ളമൊക്കെ കുടിച്ചു വരാം. അതിന്റെ ഇടയിൽ കളി ഇങ്ങനെ സല്ലല്ലാഹു, ആ പരിപാടിക്ക് നമ്മൾ നിൽക്കലില്ല. പറഞ്ഞു സ്വലാത്തില്ല ചോരാൻ. ഞാനിവിടെ തറയിട്ടാൽ വന്നിട്ട് പറഞ്ഞു ഈ പരിപാടിക്ക് ഒരുപാട് ചെലവുണ്ട്, കസേരക്കും മൈക്കിനൊക്കെ ചെലവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചൊല്ലി പൈസ ഒന്ന് പോവാ. ഈ മൈക്ക് ഞാൻ അവിടെ ചിരിച്ചു വെച്ച് ഒരു ബക്കറ്റ് അവിടെ വെച്ച് കസേരട്ട് അവിടെ നിന്ന് പൈസ ഉള്ളവരൊക്കെ കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 500 നോട്ടുള്ളവരൊക്കെ ഒന്ന് ഫ്രണ്ടോട്ട് കയറി വരാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ പണിക്ക് നമ്മൾ നിൽക്കൂല. പറഞ്ഞു സ്വലാത്തില്ല ചോരാൻ. പിന്നെ പ്രസംഗം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി. സത്യത്തില് അവിടെ സ്വലാത്ത് ചൊല്ലാത്തത് ആരാന്നറിയോ? ഉസ്താദുമാരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, ഒന്ന് പരിശോധിച്ചാൽ മതി. വാഴ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലുമ്പോ ഇല്ലേ, മണിമുത്ത് മദീനയിലാണോ മന്ദാരച്ചെപ്പിൻ അഴകാണോ സല്ലല്ലാഹു അലാ. ഓണാക്കലുള്ളൂ. ആമീന ബീവി പൊന്നുമ്മ ആലത്തിൻ മുത്തേ സല്ലല്ലാഹു അലാ. ഈ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കില്ല. പിന്നെ ഇപ്പണ്ട് പുതിയൊരു സലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഒരു സ്ലിപ്പ് കൊണ്ടുവരും. അതിൽ നമ്മൾ എഴുതണം ഞങ്ങൾ ഇത്ര സ്വലാത്ത് ചൊല്ലി എഴുതി കൊടുക്കണം. ഈ 2010 ശേഷം നമ്മൾ ഇത് കാണാൻ തുടങ്ങിയത്. ഇപ്പൊ എന്റെ വീട്ടിലൊരു സ്ലിപ്പ് വന്നാൽ ഞാൻ അതിൽ എഴുതണം ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എന്റെ ഉമ്മാന്റെ പേര് ഇത്ര സ്വലാത്ത്, വൈഫിന്റെ പേര് ഇത്ര സ്വലാത്ത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് പള്ളിയിലോ ആ പറഞ്ഞ സെന്ററിലോ നമ്മൾ കൊടുത്താൽ ബായാർത്ഥങ്ങളോ കൂറത്തങ്ങളോ വന്നിട്ട് അത് മുഴുവൻ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും? ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കുന്ന അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ ഈ സ്വലാത്ത് ചവിട്ടിക്കയറ്റുന്ന പരിപാടി നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ പറഞ്ഞു തറയിട്ടാറിന്റെ ഉമ്മ, വേങ്ങരയിലെ ഉമ്മ ചൊല്ലിക്കോ, മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോ. അത് പ്രവാചകനെത്തിക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വീടിന്റെ അകത്തലങ്ങളിലൂടെ ചൊല്ലിക്കോ. ചുണ്ടുകളെ തത്തിക്കളിക്കട്ടെ, സ്വലാത്തിനാൽ തത്തിക്കളിക്കട്ടെ. ഒരു വീഴ്ചയും അതിൽ വരുത്തണ്ട, സ്വലാത്തിൽ കുറവ് വരുത്തണ്ട. ഇതല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ.